നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ പാർലമെന്റിൽ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു. വിഷയം പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ നീക്കം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിശദീകരണം നൽകുക ഇന്നായിരിക്കും. ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. വീണ്ടും രാധാകൃഷ്ണൻ, പറയൂ. നമ്മുടെ രാഷ്ട്രപതി ഇന്നലെ പാർലമെന്റിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാഴ്ചവെച്ചത്. അതിൽ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട പൊതുപ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം രാഷ്ട്രപതി നടത്തി. രാഷ്ട്രപതി നടത്തിയ ഈ നിരീക്ഷണം അനുസരിച്ച് പേപ്പർ ചോർച്ച, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, അതുമായി ബന്ധപ്പെട്ട കർശന നടപടികൾ സ്വീകരിക്കണം. ആരും ഇതിന് രാഷ്ട്രീയമായിട്ട് എടുക്കരുത്. രാഷ്ട്രീയമായിട്ട് എടുക്കുകയല്ല, പകരം ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനായി തയ്യാറെടുക്കുകയാണ് വേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് രാഷ്ട്രപതി മുന്നോട്ട് വെച്ചത്. ഇതൊരു അസാധാരണ സംഭവമാണ്. അങ്ങനെ രാഷ്ട്രപതി ഒരു വിഷയത്തിൽ സർക്കാരിന്റെ ഒരു സ്വയം വിമർശനം അംഗീകരിക്കുന്ന വിധത്തിൽ ഒരു പ്രസ്താവന നടത്തുക അസാധാരണമാണ്. ഇത് നിലവിലുള്ള സാഹചര്യത്തിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണ് എന്നത് വ്യക്തമാക്കും. സർക്കാരിനെ സംബന്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ അവർ പറയുന്നെങ്കിലും പൊതുപ്രവേശന പരീക്ഷ, ഏറെ കൊട്ടിഘോഷിച്ച പൊതുപ്രവേശന പരീക്ഷകൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അഥവാ പ്രശ്നങ്ങൾ, അതിനെ സർക്കാരിന്, അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് സർക്കാരിന് മുഖം അല്ലെങ്കിൽ മറയ്ക്കാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് സർക്കാരിന്റെ നടപടികളെ ന്യായീകരിക്കില്ല. അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ മറുപടി നൽകുക എന്നുള്ള ഒരു നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയായിരിക്കും ഈ വിഷയത്തിൽ മറുപടി നൽകാനായിട്ട് ശ്രമിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ വിശദീകരിക്കാൻ പോകുന്നത് ഈ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു വീഴ്ച കൊണ്ടല്ല ഈ ചോർച്ച അടക്കം ഉണ്ടായത് എന്നുള്ളതായിരിക്കും. അതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചായിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി തന്നെ വേണം എന്നുള്ള ആവശ്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രപതി കൂടി സഭയിൽ ഈ വിധത്തിൽ കാര്യങ്ങൾ വിവരിച്ച ഒരു പശ്ചാത്തലത്തിൽ രാജി തന്നെ വേണം എന്നുള്ള ആവശ്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉള്ളത്. എസ് കെ.